സ്വാഗതം. നമ്മൾ ഇന്ന് ചിക്കൻ വെച്ചൊരു പുതിയ പരീക്ഷണമാണ് ഗൈസ്. നമ്മുടെ ചിക്കന് ഇവിടെ സെറ്റാണ്. നമ്മുടെ ചിക്കൻ വെച്ച ചേട്ടായിയാണ്. എനിക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ ഒരു പ്രത്യേക ഐറ്റം ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു 3 എല്ലില്ലാത്ത കഷ്ണവും പിന്നെ 2 ലെഗ് പീസും എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ ഇത്ര പരീക്ഷണം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ചിക്കനെ എടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കാം. നമുക്ക് കഴുകിയിട്ട് കാണാം കേട്ടോ. മസാലയൊക്കെ ഐറ്റമൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി. ഇവിടെ തന്നെ ഉണ്ടായ കുരുമുളക് നമ്മൾ പൊടിച്ച്, പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ ഉപ്പ്. ഇത്രേ ഉള്ളൂ കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് കുളിക്കാനുള്ള ഒരു തിരുപ്പത്തിലാണ്, അതുകൊണ്ടാണ് അവിടെ വരാത്തത്. അതിന് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കാം. ഇത് കൈയും കണക്കൊന്നുമില്ല, അത് ചുമ്മാ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഉപ്പും കുരുമുളക് പൊടിക്ക് ഒരു കൈ കണക്കില്ല. നിങ്ങൾക്ക് എന്തോരം വേണേലും ഇടാം. ഉപ്പെങ്ങാനും കൂടി പോയാലല്ലേ. ഇനി നമ്മൾ കുറച്ച് വിനാഗിരി, ലേശം മതി, ഒത്തിരി ആയി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. ഇത്രയും വിനാഗിരി മതി കേട്ടോ. ഒരടപ്പിൻ്റെ ഒരു ലേശം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുഞ്ഞിപ്പെണ്ണെ ക്ഷണിച്ചുകൊണ്ട് മിക്സ് ചെയ്യാം. മിക്സ് അങ്ങോട്ട് മാറും. ഇവിടെ മിക്സ് ചെയ്ത് എന്നത് ഇത് പാളിപ്പോവാൻ സാധ്യതയുണ്ട്. എനിക്ക് എന്തായാലും പരീക്ഷ നോക്കാം. മറ്റേ ഇതിന് വേണ്ടി ഒഴിച്ചു. അതിൽ എൻ്റെ കയ്യില് തലേ തോന്നുന്നുണ്ടായിരുന്നു. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പോയി കുളിക്കടി. തണുപ്പില്ലേ? അപ്പോൾ ഗൈസ് നമ്മളെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കാണാൻ വെച്ചിട്ടുള്ളൂ. അത്ര വെച്ചാൽ പോലെ ഗൈസ്. ആകെ കുരുമുളക് പൊടി എന്താ വിനാഗിരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം കറക്കി ഇങ്ങനെ വരുന്ന ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഷോട്ടിന് മുമ്പ് ആലോചിച്ചപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടൊന്നും, പക്ഷെ ഷോട്ടിൻ്റെ സമയത്ത് 2-3 എടുത്തിട്ട് ശരിയാണ്. നമുക്ക് കട്ട നമ്മൾ വേറെ ഇത് ആലോചിച്ച് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിക്കുന്നതൊക്കെ, പക്ഷെ എണ്ണ കട്ട പിടിച്ച് വെക്കേസ് എന്ത് ചെയ്യാൻ. എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ ഒഴിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ എണ്ണ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഇതൊന്ന് എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി എടുത്തിട്ട് ഇപ്പോൾ തീർക്കി. ഓക്കെ, അടുത്ത കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേകുമ്പോഴേക്കും പെട്ടെന്ന് തിരിച്ചിടണം. അടിയിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. ഇത് കഴുകാൻ ഇച്ചിരി പാടാണ്. അമ്മ കഴുകി തരത്തില്ല, ഉണ്ടാക്കുന്നവർ തന്നെ കഴുകിക്കണം എന്നാണ് അമ്മയുടെ പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഒന്ന് ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. കുറച്ച് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് നമ്മൾ ആകെ ചേർത്തേക്കുന്ന നിങ്ങൾ കണ്ടില്ല, അത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് വേണമെങ്കിൽ മതി. അപ്പോൾ ഗൈസ് അവിടെ നമ്മളെ ചിക്കൻ റെഡി ആവുന്നു. ഇവിടെ അമ്മ കറി വയ്ക്കാനുള്ള പരിപാടിയിലാട്ടോ. ടി വി കാണുന്നവരെ മണം അടിച്ച് ഓരോരുത്തർ ഇവിടം വരെ എത്താൻ നല്ല സ്മെല്ലാണ്. അച്ചു ഇത് വേഗൂടാതെ പച്ചയിറച്ചി തിന്നേണ്ട വരും ഗൈസ്. ഈ കഷ്ണമൊന്നും വേഗുന്നില്ല. പണി പാളോ വേഗൂടാതെ.
മണം അടിച്ചിട്ട് മണം അടിച്ചിട്ട് വിശക്കുന്നു എന്നൊക്കെ ഓരോരുത്തർ കമന്റ് അടിക്കുന്നുണ്ട് guys. ഇത് ഏകദേശം നമ്മൾ മൊത്തം ഒന്നും വേവിക്കണ്ട, ഒരു ഹാഫായിട്ട് എന്താ മതി കേട്ടോ. വേഗാതെയാണ് തിന്നുന്നത്. അല്ല അത്രയല്ല, ഒരു ഹാഫ്. ഇതങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ പീസ് ഇവിടെ റെഡിയായി. നമ്മൾ വേണ്ട ഗ്യാസ് ഓഫ് ചെയ്തു. ലാസ്റ്റത്തെ പീസ് അങ്ങനെ എടുക്കണം. എനിക്ക് ഒരു പാത്രം വേണം. ഒത്തിരി സോഫ്റ്റ് ആണെന്നൊന്നും വിചാരിക്കരുത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ സ്വന്തം ഷെഫ് ജോസൂടനെ നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാം. കുറച്ച് ഉപ്പ് കൂടിയോ എന്നൊരു സംശയം. വേറെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ജോസൂടിനെ വന്നിട്ടുണ്ട്. കടിക്ക്. നിരത്തിട്ട് ഒത്തിരി സോഫ്റ്റ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് ജോസൂടിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? അടിപൊളിയാ. കുഞ്ഞിപ്പണ്ണാണ് കേട്ടോ, കുഞ്ഞിപ്പണ്ണ കൊടുക്കില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയാ. കുഞ്ഞിപ്പെണ്ണ അവസാനം എല്ലാരും തിന്നിട്ട് ബാക്കിയുള്ളതായി. അപ്പൊ കുഞ്ഞിപ്പെണ്ണ ഇറങ്ങട്ടെ കേട്ടോ. അപ്പൊ അവളൊന്ന് ടേസ്റ്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കൂടി പോയാലും സംശയം. ഉപ്പല്ലേ? ആദ്യമിട്ടപ്പോ പറഞ്ഞ ഉപ്പ് കൂടി വേണം. നമ്മളിനി ഇത് സക്സസ് ആയതുകൊണ്ട് ഒരു കിലോ ചിക്കൻ മേടിച്ച് നമ്മളൊരു ബിഗ് ആയിട്ട് ഇത് വെക്കുന്നതായിരിക്കും. നമുക്ക് അന്നത്തെ വീഡിയോ ഇതിന്റെ പാർട്ട് 2 വെയിറ്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബട്ടൺ പിടിച്ചേക്കുമ്പോൾ വീഡിയോസ് ആണ്. ബൈ ബൈ.